നിന്റെ വാപ്പ പോകുന്നുണ്ട്, നിന്റെ കൂടപ്പിറപ്പ് പോകുന്നവരുണ്ട്, നിന്റെ സ്വന്തം മക്കള് പോകുന്നുണ്ട്, നിന്റെ കൂട്ടുകാര് പോകുന്നവരുണ്ട്. എല്ലാവരും നീ നിന്റെതെന്ന് കരുതിയ എല്ലാവരും നിന്നെ പള്ളിപ്പറമ്പിലെ ഒരു പെരുങ്കുടിക്കകത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കുടിച്ചിട്ടിട്ട് മടങ്ങി പോകുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഒരു മനുഷ്യന് സഹായം വേണ്ടത്. ആ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സഹായത്തിന്റെ ആവശ്യം. അപ്പോഴാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ഒരു സമയത്ത് മാത്രമേ ഞാനും നിങ്ങളും ഏകാന്തനാകൂ. പള്ളിപ്പറമ്പിലാ, ആരും അവിടെ കൂടെ വരില്ല, വാപ്പ വരൂല. എന്റെ പൊന്നുമകനെ പിരിയാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും കഴിയില്ല എന്ന് പറഞ്ഞു ഇന്ന് വരെ ഒരു വാപ്പയും തന്റെ മക്കളുടെ ഖബറിന്റെ ചാരത്തിരിക്കാറില്ല, ഉമ്മയും ഇരിക്കാറില്ല, ഒരു ഭർത്താവും ഇരിക്കാറില്ല, ഒരു ഭാര്യയും ഇരിക്കാറില്ല, ഒരു കൂടപ്പിറപ്പും ഇരിക്കാറില്ല, ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളും ഇരിക്കാറില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുടിക്കകത്തിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അവരാണോ കൂട്ടുകാര്? അവരാണോ കൂട്ടുകാര്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരാണ് കൂട്ടുകാരെന്നറിയുമോ? ആരാണ് കൂട്ടുകാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചില കൂട്ടുകാരെ പറഞ്ഞു തരികയാണ്. ചില നല്ല കൂട്ടുകാരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. ഒരു പിരിവടിയിൽ കളഞ്ഞിട്ട് പോകൂല. 24 മണിക്കൂർ നിന്റെ കൂടെ ഇവര് ദുനിയാവിലുണ്ട്, മരണസമയത്തുണ്ട്, ഖബറിന്റെ അകത്തുണ്ട്, പരലോകത്തുണ്ട്. നാളെ പടച്ചറപ്പിന്റെ സ്വർഗം വരെ നിന്റെ കയ്യിൽ പിടിച്ചു നിന്നെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. എങ്കിൽ എന്തിനാ നീ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തത്? നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നിനക്ക് കൂടെ ഉണ്ടാകണം. ഒരു സഹായത്തിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് അങ്ങനാണല്ലോ. എന്നാ നിങ്ങൾ ചിന്തിക്ക്, സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏക ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്റെ മാതാപിതാക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ മക്കളുണ്ട്, നിങ്ങളെ പോലുള്ള ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ എല്ലാരും ഉണ്ട്. പരലോകത്ത് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗ്ഗത്തിൽ വിട്ട, സ്വർഗ്ഗത്തിലും സിറാജ് ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ട്, സ്വർഗ്ഗവാസികൾ. ഇനി അല്ലാഹ് എന്നെ നരകത്തിലേക്ക് വിട്ട, അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെയും എന്റെ കൂടെ നരകത്തിൽ ആളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരും വരാറില്ല, ഒറ്റ മനുഷ്യരും വരാറില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞ ദുനിയാവിൽ ഉണ്ടാകണം, മരണസമയത്തുണ്ടാകണം, ഖബറിന്റെ അകത്തുണ്ടാകണം, പരലോകത്തുണ്ടാകണം, സിറാത്തിലുണ്ടാകണം, മീസാനിലുണ്ടാകണം, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ടാകണം. അള്ളാഹു ആ കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചില കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാര് സാധാരണ കട്ടം പിടിയും വലിച്ചടക്കണവരൊന്നുമല്ല. ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവര് കള്ളുകുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, പാപം ചെയ്യൂല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതു മാത്രം ചെയ്യുന്നവരാണ് ആ കൂട്ടുകാരെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാ? അവർ അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ മലക്കുകളെ നമ്മൾക്ക് കൂട്ടുകാരാക്കാൻ കഴിയണം. കാരണം നിങ്ങൾ ചോദിക്കും, ഉസ്താദെ മലക്കിനെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് മലക്കിനെയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു, മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക എനിക്ക് റൂഹൂതിയത്. എന്റെ വയറ്റിന്റെ അകത്ത് വന്നിട്ട് എന്റെ റിസ്ക് എഴുതിയത് ഒരു മലക്ക. ഈ 33 കൊല്ലം കൊണ്ട് ഞാൻ നടക്കുന്നു. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം, ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും എന്നിൽ നിന്ന് മാറാതെ ഈ 33 വർഷവും എന്റെ കൂടെ നടന്നത് ഈ 2 ചുമലിയിരിക്കണ മലക്കുകളാണ്. അവർ ഉറങ്ങത്തുമില്ല, ഒന്ന് മാറി നിൽക്കത്തുമില്ല, അവർക്ക് റെസ്റ്റ് ഇല്ല. 24 മണിക്കൂറും എന്റെ കൂടെയുണ്ട്.
ഞാൻ മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉമ്മയോ വാപ്പയോ ഭാര്യയോ മക്കളോ കൂട്ടുകാരോ അല്ല, മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോ നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുമത്രേ. നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോകുന്നല്ലോ അല്ലാ, നിങ്ങളുടെ കൂട്ടുകാരൻ പോകുകയാണല്ലോ അല്ലാ, മലക്കുകൾ കരയുമത്രേ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്തെടുത്തു. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്തെടുക്കണം. ആ ഇബാദത്തിന്റെ പ്രതിഫലം നിങ്ങളുടെ ഈ കൂട്ടുകാരനുള്ളതാണ്. നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളെ ഖബറിന്റെ അകത്തേക്ക് പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് വരും. നാളെ പരലോകത്തേക്ക് എഴുന്നേക്കുമ്പോ ഖബറിന്റെ ചാരത്വം ഉണ്ടാകും. നമ്മളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ചിലരെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയൂല, നിങ്ങളെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയില്ല. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ചിലരെ സർവ്വ മലക്കുകൾക്കും പരിചയമുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ പേരറിയാം, നിന്റെ ശബ്ദം നല്ല പരിചയമാണ്. നിന്റെ ശബ്ദം പോലും, നിന്റെ പേരും, നിന്റെ കുടുംബവും, നിന്റെ എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് പോലും നല്ല പരിചയമുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മലക്കുകൾ പരിചയപ്പെട്ടിരിക്കുന്ന, മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 8 വിഭാഗം ആൾക്കാരെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പൊ 10 മണിയായി, 1 മണിക്കൂർ പറയാൻ പറ്റുന്ന അത്രയും പറയും. സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇരിക്കൂലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പൈസ തരാണ്ടോപ്പാ? എന്തെങ്കിലും തരാനുണ്ടോ? നിങ്ങളുടെ ഇരുത്തം കണ്ടപ്പോ എന്നെ എന്തോ വെട്ടിക്കൊന്ന് തിന്നാനുള്ള ഇരിപ്പിരിക്കണം. ഞാൻ എന്തോ നിങ്ങളോട് കൊലക്കുറ്റം എന്തോ ദ്രോഹം ചെയ്തതുപോലെ ഇരിക്കണം. എല്ലാരും ഒന്ന് ചിരിക്കുമ്പോ ഒരു സദക്ക കൊടുക്കോ? ഒരു സദക്ക കൊടുക്കോ? ഇതിലെ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കണ പോലെ. അതണ്ട, എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ കൂട്ടത്തിൽ മലക്ക് സ്നേഹിക്കുന്ന ഒന്നാമത്തെ ആളാരാ? എന്താ അപ്പൊ നിങ്ങൾ കുറച്ചുപേര് അവിടെ നിൽക്കണേ? എന്തിനാ? ഇരിക്കാൻ കസേര ഇല്ലാഞ്ഞിട്ട്? അതോ സംഘാടകരായിട്ട്? എല്ലാരും ഇരിക്കുപ്പ. സാധാരണ എല്ലാരും നിന്നാ വഴുത് പറയണേ, ഞാനും ഇരുന്നില്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ എല്ലാരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. അവിടെ അരക്കയ്യന്മാരും ഒന്നും എടുക്കത്തില്ല കേട്ടാ. പൊക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊക്കണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളൂ. ചിലപ്പോ ഈ കൈ പൊക്കിയതിന്റെ പേരിലായിരിക്കും പോണേ. വാപ്പ നീ മസിരി പിടിച്ചിരി, ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും അള്ള വലിച്ച് താഴെ ഇടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ചാകാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ പോണെങ്കിൽ വലിയ ആനക്കാരിയൊന്നും വേണ്ട. ചിലപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൊണ്ടും പോകും. അള്ളാഹു ഈ കൈ പൊക്കിയതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാവരും ഓതിയ 500 ആയത്തൊന്നും ഇല്ല, 6 ആയത്തേ ഉള്ളൂ. 6 ആയത്തുള്ള ഒരു സൂറത്ത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവാ. ഇങ്ങനെ നടന്നു പോകുന്ന റോഡിലൂടെ ഇങ്ങനെ നോക്കുമ്പോ റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നത് പോലെ രണ്ടുപേരും പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയെ? ഒരൊറ്റ ചോദ്യം. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, ഈ നാട്ടിലെ ആരെയും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വഴുത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കൂടെ ഒരാൾ പോയി. ഞാൻ ചോദിക്കാ, പോണത് അബൂബക്കർ അല്ലേടാ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ ഓന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? കാരണം ജിബ്രീലാ പറഞ്ഞേ. ജിബ്രീലാണ് സർവ്വ പ്രവാചകന്മാർക്കും വഹിയുമായിട്ട് വരുന്ന മലക്ക്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമ ചോദിക്കുന്നത്, നബിയേ ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിച്ചു, അബൂദർ നിനക്ക് ഈ ജിബ്രീൽ നിനക്ക് എങ്ങനെ അറിയാം എന്റെ അബൂദറിനെ? എങ്ങനാ നിനക്ക് ആ ചെറുപ്പക്കാരനെ പരിചയം? ആരാ നിനക്ക് പേര് പറഞ്ഞു തന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്റഫിൽ അർളി. പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ എനിക്ക് മാത്രമല്ല ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും അബൂദർ എന്ന് പറഞ്ഞാൽ അറിയാം. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എല്ലാവർക്കും നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം അബൂദർ ആരെന്നറിയുമോ? അല്ലാഹുവേ, മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന പാവപ്പെട്ടവനാണ്. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും പടച്ചവനെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരനെ കുറിച്ചാണ് മലക്ക് പറയുന്നത്, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പരിചയമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പരിചയമാണ്. ആ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഈ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? യാ റസൂലല്ലാഹ്, മലക്കുകളെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ട്. മലക്കുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഗുണമാ ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഭാവമുള്ളവരെ മലക്കുകളെ സ്നേഹിക്കുമെന്നാണ് മുത്തുനബി അവിടെന്ന് പറയുകയാണ്. അതാ ജിബ്രീൽ പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയാണ് നബിയേ. ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ സ്നേഹിച്ചവനാ. ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. ഈ ദുനിയാവിനോട് ആർത്തിയില്ല, ദുനിയാവിനോട് മോഹമില്ല, അല്ലാഹുവേ അധികാരത്തോട് ആഗ്രഹമില്ല, സമ്പത്തിനോട് ആഗ്രഹമില്ല, ഒന്നിനോടും യാതൊരു ആഗ്രഹവുമില്ല. ആ ചെറുപ്പക്കാരൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പരലോകത്തെ രക്ഷപ്പെടണമെന്ന ചിന്തയോട്, സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ച ചെറുപ്പക്കാരനാ. അതുകൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചതെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മൾ നേരെ തിരിച്ചാണല്ലോ. ഇല്ലാതെ പോയതും അത് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്, ദുനിയാവിനോട് വല്ലാത്ത മോഹമാണ്, അധികാരങ്ങളോട് വല്ലാത്ത കൊതിയാണ്, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനെങ്ങളും ദുനിയാവിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പാവപ്പെട്ടവനാണ്. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് അത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമായിരുന്നു. പടച്ചവനെ, ആരെങ്കിലും എന്തെങ്കിലും കരുതി വെച്ചാൽ, നാളത്തേക്ക് വേണ്ടി ആരെങ്കിലും സമ്പാദ്യം കരുതി വെച്ചാൽ, അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവരോട് പറയുമായിരുന്നു, ഇതെല്ലാം നാളെ പടച്ച റബ്ബ് നിന്റെ കഴുത്തിൽ തൂക്കിയിടുമടാ.
നരകത്തിന്റെ തീയായിട്ട് നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് അതാ നിന്റെ തലയിലേക്ക് നിന്റെ കഴുത്തിലേക്ക് അവിടുന്ന് തൂക്കിയിടുമെന്ന് മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികളോട് പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിനെ സ്നേഹിക്കുന്നവരാ. മലക്കുകൾക്ക് നമ്മളെ പരിചയമില്ല, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലോ, അവര് നമ്മളെ കാണാൻ വരുന്നില്ല. കാരണം നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് കഴിയുന്നവരാ. നമുക്കൊന്നിനും സമയമില്ലല്ലോ, ശരിക്കാൻ പോലും സമയമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ, ആരെങ്കിലും ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഖിറം മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാ, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തില് 4 ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരനെ മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. പണവോ അധികാരമോ വീടോ കൊട്ടാരമോ ഒന്നുമില്ല. ഒന്നിനോടും നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല. എല്ലാം കിട്ടുന്നത് വൈകുന്നേരം തികയുന്നതിന് മുമ്പേ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ടാ മലക്കുകളെ സ്നേഹിച്ച് നമ്മൾ നേരെ തിരിച്ച നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല. ഇതേ പോകാത്ത കച്ചവടം കടയിലിരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കാൻ പോകും? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദുനിയാവിന്റെ പുറകെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുനിയാവിന്റെ പുറകെ പോയ അള്ളാഹു നിനക്ക് 4 ശിക്ഷ തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇത് സ്വന്തം ചിന്തിച്ചാലും നാട്ടുകാർക്ക് അറിയത്തില്ല, നമുക്കേ അറിയൂ. ഈ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഈ 4 ശിക്ഷ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അള്ളാഹനെ മറന്ന് ജീവിക്കുന്നവനാ, ആഖിറം മറന്ന് ജീവിക്കുന്നവനാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ ശിക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഒരു കാലത്തും അള്ളാഹു സന്തോഷം തരത്തില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു കാലത്തും നിനക്ക് സമാധാനം ഉണ്ടാകില്ല, ദുഃഖം എല്ലാം, എന്നും ദുഃഖം മാത്രം, സന്തോഷമേ നിനക്ക് റബ്ബ് തരൂല. കാരണം നീ നന്ദിയില്ലാത്തവനോട് റബ്ബ് കരുണ കാണിക്കും. നിനക്ക് അല്ലാഹു ദുഃഖമേ തരത്തുള്ളൂ. നീ ഒരു നല്ല വാക്ക് നീ പറയൂല. എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ തന്നെ. ഒന്നാമത്തെ ശിക്ഷ അത് അല്ലാഹു നിനക്ക് തന്നതാണ്. നീ കാണിച്ച ധിക്കാരത്തിന് പടച്ച റബ്ബ് നിനക്ക് തന്ന ശിക്ഷ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് തീരാ ദുഃഖം അല്ലാഹു തരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വശുഗലല്ലാ യതബറഉ മിൻഹു അബദാ. നിന്റെ ജോലി ഒരു കാലത്തും തീരൂല, ഒരിക്കലും ഒരു കാലത്തും നിന്റെ ജോലി തീരൂല. നിനക്ക് ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, സ്വന്തം പെണ്ണുമ്പിളുടെ കൂടെ കിടപ്പറയിൽ കിടക്കാൻ സമയമില്ല. ഒന്നിനും നിനക്ക് സമയം ഉണ്ടാവില്ല. നീ ഇങ്ങനെ കറങ്ങും, യന്ത്രങ്ങൾ കറങ്ങുന്നത് പോലെ അല്ലാഹു നിന്നെ കറക്കും. മനുഷ്യ, ഒന്നിനും നിനക്ക് സമയം കിട്ടൂല. നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. ജോലി 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 ഇത് തന്നെ. നിന്നെ കബറിൽ കൊണ്ടുവച്ചാലും നിന്റെ ജോലി തീരൂല. ഇത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന പണിഷ്മെന്റ് ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് ഉസ്താദേ, ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും നന്നാവുന്നില്ല, ഞാൻ എന്ത് തുടങ്ങിയാലും രക്ഷപ്പെടുന്നില്ല. നിനക്ക് അല്ലാഹു ഒരു കാലത്ത് നിന്റെ ദാരിദ്ര്യം മാറത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ നീ മറന്നാൽ, ആഖിറം നീ മറന്നാൽ, അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ ദാരിദ്ര്യം ഒരു കാലത്തും മാറൂല. എന്നും ദാരിദ്ര്യം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4, ഈ ലോകം മുഴുവനും നിന്റെ കൈ കൊണ്ടുവച്ചാലും നിന്റെ ആർത്തി തീരൂല. എത്ര കിട്ടിയാലും തികയൂല. ആർത്തി വീണ്ടും 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 വാരിക്കൂട്ടാൻ. നിന്റെ ആർത്തി ഒരു കാലത്തും മാറൂല. എത്ര കിട്ടിയാലും തികയാത്ത ആർത്തി ഖബർ വരെ ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 4 ശിക്ഷ അല്ലാഹു നിനക്ക് തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കി. 4 അനുഭവിക്കുന്നവർ
ഇത് നാലും അനുഭവിക്കുന്നവർ ഈ സദസ്സിൽ ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങനല്ല. ആരെങ്കിലും സമ്പാദ്യം കൂട്ടിവെക്കുന്നത് കണ്ട വീടിന്റെ മുന്നിൽ പോകും. 2 നില കെട്ടിയ വലിയ വീട് പണിതാ പോയിട്ട് പറയും, എന്തിനാടാ ഇതൊക്കെ വാരിക്കൂട്ടി വെക്കണേ, നാളെ റബ്ബ് നിന്റെ കഴുത്തിൽ തൂക്കിയിടും. സത്യം തന്നെയാ പറഞ്ഞ, ആർക്കും കൊടുക്കൂലല്ലോ. ആർക്കും 5 നയാ പൈസ പള്ളിക്കാണെങ്കിലും മദ്രസയ്ക്കാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുത്ത എത്ര പേരുണ്ട്? സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തവർ, സ്വർണത്തിന്റെ സക്കാത്ത് കൊടുത്തവർ എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, ചെലമാക്കാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ട് വിടാൻ, ഇങ്ങോട്ട് വാങ്ങാൻ മാത്രമേ അറിയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ കൊടുത്ത സദക്കയും സക്കാത്തൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം വെറുതെ ഒന്നുമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ പാവപ്പെട്ടവന്റെ അവകാശം നീ കൊടുത്തില്ലെങ്കിൽ 7 രീതിയിൽ നീ നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതല് എങ്ങനെ നശിക്കും? 7 രീതിയിൽ. 7 രീതി പറയുന്നുണ്ട്. ആ 7 ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ 7 രീതി പറഞ്ഞു തരട്ടെ, ആ 7 രീതി പറഞ്ഞു തരട്ടെ. ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു 7 രീതി പറഞ്ഞു തരട്ടെ. വേണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. ആ 7 കേൾക്കാൻ. സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിന്ന് പൊട്ടും. സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിപ്പം പൊട്ടും. പലരും ഇപ്പൊ ചിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വേണോ 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 ചങ്ങാതി? പറ, വേണോ വേണ്ടേ? വേണം. എണ്ണിക്ക 1. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു 1. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം 1 അവിടെന്ന് പറയുന്നുണ്ട് അക്രമികളായ ഭരണാധികാരികൾ അല്ല നിനക്ക് തരും, എല്ലാം കൊണ്ടുപോകും. സത്യം തന്നെ. ഇവ പിന്നെ പറയണ്ടല്ലോ, ഭരണാധികാരികൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പിടിച്ചു പറയാ മുസ്ലിമിലെ പണക്കാരന്മാരെ തെരഞ്ഞു പിടിച്ചിട്ട് എവിടുന്നാണ് ഇതൊക്കെ, നീ അവനാ മറ്റവനാ മറിച്ചവനാ കൊണ്ടുപോകാം. കണ്ടിട്ടില്ലേ? നാണം കെടുത്തിയിട്ട് കൊണ്ടുപോകും, ഭരണാധികാരികൾ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആൾക്കാർ വന്നിട്ട് പറയും, ആമിന ഇടി അവിടെ കുറച്ച് പൈസ കൊണ്ടിടുവാണെങ്കിൽ മാസം നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി, 15,000 കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്, സത്യവാ. എന്നാ എന്റെ ഒരു 10 കൂടെ ഞാൻ തരാം. അവക്കും കൊണ്ടിടും. ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തവരിടും. അടങ്കലോടെ അങ്ങ് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല കടക്കാരും കൊണ്ടുപോകുന്നിട്ടില്ലേ? പല കടക്കാരും കൊണ്ടുപോകുന്നില്ല. നാണം കെടുത്തിയിട്ട് നിന്റെ സമ്പാദ്യം കൊണ്ടുപോകും. 2 ഇല്ലെങ്കിലോ 3 നിന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ തീരും. മൊത്തവും പള്ളിക്ക് കൊടുക്കൂല, മദ്രസയ്ക്ക് കൊടുക്കൂല, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കൂല, മരിക്കാൻ കിടന്നാൽ 5 നയാ പൈസ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു മാർഗത്തിലും കൊടുക്കൂല. ബാക്കി മുഴുവനും പോകും. കള്ളുകുടിച്ച്, വ്യഭിചരിച്ച്, പലിശ എല്ലാം നശിച്ചു പോകും. നീ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലെങ്കിൽ പോകുന്ന അടുത്ത വഴി എന്താ? ഒന്നുകിൽ നിന്റെ വീട് കത്തിയിട്ട് സർവ്വതും നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ കത്തല് ഗ്യാസ് പൊട്ടിത്തെറിച്ചു, സർവ്വതും പോയി. ചിലപ്പോ ഗ്യാസും വേണ്ട, ഏതെങ്കിലും ഒരു വയറിൽ നിന്ന് കത്തിയിട്ട് മൊത്തവും പോയി, കത്തി അങ്ങ് പോകും സർവ്വതും. അല്ലെങ്കിലോ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വതും നശിക്കും. ആർക്കും കൊടുക്കാതെ നീ വെച്ചിരുന്നത് മുഴുവനും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സ്വന്തം വീട് ഒലിച്ചു പോണ കണ്ടില്ലേ? സ്വന്തം വീട് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് നിന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വം നശിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം വഅദിന് കേൾക്കാൻ വരും. റമളാൻ മാസം എത്രയോ പാപങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് യാചിച്ചിട്ട് പോലും കൊടുക്കാതെ എല്ലാം വെച്ചിരുന്നു. ഒരു ദിവസം എവിടെയെങ്കിലും കുടുംബസമേതം കറങ്ങാൻ പോയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. അല്ലാഹുവേ, വീട്ടിൽ എന്തൊക്കെയോ ഒരു മാറ്റം. ഓടി വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന്, ബെഡ്റൂമിന്റെ അകത്ത് കയറി ചെന്ന് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അലമാരി തുറക്കുമ്പോ കാലിയായി കിടക്കുന്ന അടങ്കലായിട്ട് കൊണ്ടുപോകും കള്ളൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ഞാൻ ഉള്ളതാ പറയണേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് കൊണ്ടുപോകും?
ആര് കണ്ടുപോകും? കള്ളം കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം. നിനക്കല്ല തരൂലടാ. പാവങ്ങൾക്ക് കൊടുക്കാത്ത നിനക്കല്ല തരൂല. സദക്കയുടെ കൂലി പോലും കിട്ടൂല. അതാ മനസ്സിലാക്കണ്ടേ, സദക്കയുടെ കൂലി പോലും കിട്ടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹ് നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും. ആർക്കും കൊടുക്കാതെ, പാവപ്പെട്ടവന് കൊടുക്കാതെ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ ഇടിഞ്ഞു വീഴുന്നു. കണ്ടാലും നീ കൊടുക്കൂല. അങ്ങനെ വെച്ചിരുന്നവന്മാരുടെ മുഴുവനും അല്ലാഹുവേ, മഹാനായ അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, പൊന്നുമോനെ, നിനക്കല്ല വീട് വെക്കാൻ ആഗ്രഹം തരും. നീ വീട് വെച്ചിട്ട് മുടിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞോ, വീട് വെച്ചിട്ട് മുടിഞ്ഞു പോയ എത്ര പേരുണ്ട്? വീട് വെച്ചിട്ട് സർവ്വതും ലോൺ എടുത്തിട്ട് യതീംഖാനയിലായ എത്ര പേരുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ആറാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു രോഗം തരും. നിനക്കൊരു രോഗം തരും. ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. സമ്പാദിച്ചു വെച്ചിരുന്ന സർവ്വതും വിറ്റു. എവിടെയെല്ലാം വസ്തുക്കൾ കിടന്നു, എല്ലാ വസ്തുക്കളും വിറ്റു. വീട് വിറ്റു, എല്ലാ സ്വർണം വിറ്റു. അവസാനം ഒന്നുമില്ലാതെ പള്ളിയുടെ മുന്നിൽ വരെ എത്തി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഏഴാമത്തെ ശിക്ഷ, നിന്നെ അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കും. നിന്നെ അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കും. എന്നിട്ട് തലതിരിഞ്ഞ് നടക്കണ നിന്റെ മക്കളുണ്ടല്ലോ, അവന്മാരുടെ കയ്യിൽ നീ സമ്പാദ്യം മുഴുവനും ഏൽപ്പിക്കും. അവന്മാര് മുഴുവനും അത് മുഴുവനും നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. പാപ്പായ്ക്ക് വേണ്ടി ഒരു രൂപ ഒരു സദഖ കൊടുക്കൂല. നീ നിന്റെ വർഷക്കാലം മുഴുവനും, നിന്റെ ആയുസ് മുഴുവനും, നീ സമ്പാദിച്ചത് മുഴുവനും നിന്റെ മക്കൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തീർത്തു കളയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ ഒന്നും വെക്കാറില്ല. ഒന്നും തന്റെ കയ്യിൽ കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവാണ് പറഞ്ഞത് കരുതി വെക്കരുതെന്ന്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു എന്ത് കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്ത് കിട്ടിയാലും തന്റെ ആവശ്യം കഴിഞ്ഞാൽ പാപങ്ങൾക്ക് കൊടുക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ തന്റെ കയ്യങ്ങ് കാലിയാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട്, സമ്പാദ്യത്തിനോട് വല്ലാത്ത ആഗ്രഹം ചില പെണ്ണുങ്ങൾക്കുണ്ട്. പെങ്ങളെ, സമ്പാദ്യം നല്ലതല്ല, അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന പരീക്ഷണ വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണിച്ചിട്ട് സഹാബി വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ എന്ത് സൽക്കർമ്മമാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുവോ? രാവിലെ എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുകാരനാണ്. ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുമായിരുന്നു, ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, പറ്റിച്ച പണം കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, ലോട്ടറി എടുത്തതുമായി കടന്നു വരരുത്. അല്ലാഹുവേ, ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂൾ തുറന്നിരിക്കുകയാണ്. ഏറ്റവും നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആൻ ഓതണം
ഓതണമെന്നല്ല. ആ മക്കളോട്, പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങണമടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്. എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല പണം കിട്ടൂ, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 10 വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ, മലക്കുകൾ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിയെ പോലെയാകണം ബാപ്പാ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുകയാ, വാപ്പാനെ വെറുപ്പാണോ? എന്റെ മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല മക്കള്, കാരണം അല്ലാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതല്ല പാവങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? വാപ്പ ഇന്ന് മരിച്ചു പോയാ കഫൻ തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പിഞ്ചു മക്കളോട് മരണസമയത്തൊരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മരിച്ചു പോയാൽ അതാ വാപ്പാനെ അവസാനമായിട്ട് പുതിയ തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം, എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, കഴിഞ്ഞു വരുന്ന ആൾക്കാരെ കണ്ട എന്റെ പൊന്നുമക്കള് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. തുണി വാങ്ങാൻ പൈസയില്ല, നല്ല ഒരു തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പാനെ ഒന്ന് കപൊതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കളെ. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ ഗഫാരി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ പൊന്നാര മക്കളോട് ഉപദേശിച്ച വസിയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്? ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നോ തമ്പുരാന്? തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ, ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടുന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, കഫൻ തുണിയില്ല തങ്ങള്, വാങ്ങാൻ പൈസയില്ല തങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? സൽമാന് തങ്ങൾക്ക് അത്ഭുതമായി, ആരാ പടച്ചവര്? കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്? മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദർ ഗഫാരി അതാ സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ
എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടുന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടുന്ന് കബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ മലക്കുകൾ സ്നേഹിക്കടോ, മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകണോ സഹോദരാ. ഈ ദുനിയാവിനെ വലിച്ചെറി, ഈ ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി, പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ. ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്, ഈ ദുനിയാവിനെ നീ അങ്ങ് വെറുക്ക്. ആഖിറത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ